ഭൂമി കുലുങ്ങിയാൽ പട്ടാളം, മണ്ണിടിഞ്ഞാൽ പട്ടാളം, പ്രളയം വന്നാൽ പട്ടാളം, രാജ്യം കാക്കാൻ പട്ടാളം. കണ്ടേ പോലീസേ, 25-ന് കിളികൊല്ലൂർ സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യമാണിത്. സ്റ്റേഷന് പുറത്തുവെച്ച് വിഘ്നേഷിനോടും സൈനികനായി വിഷ്ണുവിനോടും തർക്കമുണ്ടാക്കിയ ASI പ്രകാശ് ചന്ദ്രൻ തന്നെയാണ് കുഴപ്പങ്ങൾക്ക് തുടക്കമിടുന്നതെന്ന് വ്യക്തം. ടീഷർട്ട് ധരിച്ച ASI പ്രകാശ് ചന്ദ്രൻ സൈനികനായി വിഷ്ണുവിനെയാണ് ആദ്യം മുഖത്ത് അടിക്കുന്നത്. വിഷ്ണു തിരിച്ചടിക്കുകയും വിഷ്ണുവും പ്രകാശ് ചന്ദ്രനും പിന്നീട് താഴെ വീഴുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് വരുത്താൻ പോലീസ് തന്നെ പുറത്തുവിട്ടതാണ് ഈ വീഡിയോ. യുവാക്കൾ സ്റ്റേഷനെ ആക്രമിച്ച് പോലീസുകാരെ പരിക്കേൽപ്പിച്ചെന്ന പോലീസിന്റെ വാദവും ഇതോടെ പൊളിഞ്ഞു. സഹോദരനെയും തന്നെയും വിലങ്ങ് വെച്ച് ഇടിമുറിയിലിട്ട് മണിക്കൂറുകളോളം മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടി പോലീസ് പുറത്തുവിടണമെന്നാണ് വിഘ്നേഷ് ആവശ്യപ്പെടുന്നത്. FIR ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്റ്റേഷനിൽ യൂണിഫോമിൽ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരുന്ന പാവ മനുഷ്യനാണ് ഈ പ്രകാശ് ചന്ദ്രൻ. ഈ മനുഷ്യൻ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും എന്റെ ചേട്ടനെ കൂടെ എനിക്ക് പ്രതികളെ കാണുമ്പോൾ പൊക്കി തറയിലിട്ട് സ്റ്റൂൾ എടുത്ത് തലയടിച്ചു പൊട്ടിച്ചു, കയ്യിലുണ്ട് ഇടിവള കൊണ്ട് നെറ്റി ഇടിച്ചു പൊട്ടിച്ചു എന്നൊക്കെയല്ലേ നിങ്ങൾക്ക് ഉൾപ്പെടെ ഇവർ പറഞ്ഞു തന്നെ. ഇതൊക്കെ ആ വീഡിയോക്കകത്ത് എന്തി? വള ഊരി ഇടിക്കുന്നത് എന്തി? കുനിച്ചു നിർത്തി ഇടിക്കുന്നത് എന്തി? സ്റ്റൂൾ എടുത്ത് തലയടിക്കുന്നത് എന്തി? കസേരയിൽ നിന്ന് പൊക്കി എടുക്കുന്നത് എന്തി? ഇതൊക്കെ ഉത്തരം അവര് പറയണ്ടേ? ധീരനായൊരു സൈനികനെ തൊട്ടുനോക്കിയേ നിന്റെ എല്ലാം ഓർമ്മകൾ മാത്രം. പലതവണയായിട്ട് പല രീതിയിലുള്ള ഇതുപോലുള്ള പല പോലീസുകാരെന്നുള്ള കാലത്ത് നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുള്ള എവിടെങ്കിലും ഏതെങ്കിലും തരത്തിൽ എവിടെങ്കിലും പിടിച്ചു നിർത്തിയോ എന്തെങ്കിലും ചെയ്താൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടാ പോടാന്നുള്ള വിളിയും കാര്യങ്ങളും അതിന്റെ കൂടെ 1-2 തെറികളോട് ചേർത്ത് വിളിക്കാൻ അറിഞ്ഞ് ഇവരുടെ നോർമലി ഉള്ള കഥകളാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് യൂണിറ്റ് ചെന്നതിന് ശേഷം അദ്ദേഹം നല്ലൊരു പ്ലെയർ ആയി നല്ല അങ്ങനെയുള്ള ഒരു ഓട്ടത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വിളിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത് പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോഴും അഡ്മിറ്റ് ആയിരുന്നു. ഇനിമേൽ ഇതുപോലൊക്കെ സർവീസുകാരെയോ എക്സ് സർവീസുകാരെയോ ആരിൽ ഇതുപോലൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീതിയല്ലാത്ത രീതിയിൽ പ്രതികരണം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെക്കാട്ട് ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. നമുക്ക് ഒരു കാര്യമേ ഇവരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ, സർവീസ് ചെയ്യുന്ന പട്ടാളക്കാർ അല്ലെങ്കിൽ പെൻഷനായ പട്ടാളക്കാരോട് ഒരല്പം ബഹുമാനം, ഒരല്പം സ്നേഹം, അത്രയും മാത്രമേ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കണ്ട് ബഹുമാനം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന മാതിരിയോ അല്ലെങ്കിൽ അത് ഇവിടെ കിട്ടത്തില്ല. ഒരു ജവാനെ അവർ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്നും ഔട്ട് ചെയ്യണം. അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ മഞ്ഞിലും മലയിലും പോയി കിടന്ന് നാട് കാക്കാനെ കൊണ്ട് കിടന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള അഹങ്കാരങ്ങൾ പോലീസുകാർ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും? പോലീസുകാർ ദേശം കാക്കുന്നുണ്ടെങ്കിൽ പട്ടാളക്കാരെന്ന് പറയുന്നത് മൊത്തം രാജ്യമാണ് കാക്കുന്നത്. ആ രാജ്യത്തിന്റെ കാവലും രാജ്യത്തിന്റെ ബോർഡർ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് പോലീസുകാർക്കും മറ്റുള്ള ആൾക്കാർക്കും സമാധാനമായിട്ടും സുഖമായിട്ടും ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നത്.